കഴിഞ്ഞ ദിവസം അന്തരിച്ച കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ പള്ളയിൽ വീടിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. സംസ്ഥാന നേതാക്കളടക്കം ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയ മൃതദേഹം വ്യാഴാഴ്ച രാവിലെ 11:30 പുല്ലൂർ കണ്ണാങ്കോട്ടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ബുധനാഴ്ച വൈകുന്നേരം കാസർകോട്ടെ DCC ഓഫീസിലും തുടർന്ന് സന്ധ്യയോടെ പെരിയയിലും പൊതുദർശനത്തിന് വെച്ച വിനോദ് കുമാറിന്റെ മൃതദേഹം രാത്രിയിൽ പുല്ലൂരിലെ പാർട്ടി ഓഫീസായ പ്രിയദർശിനി മന്ദിരത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. പിന്നെയും അറിഞ്ഞവരെല്ലാം സമയം പോലും മറന്ന് അർദ്ധരാത്രിയിലും പുലർച്ചെയുമെല്ലാം പ്രിയപ്പെട്ടവന്റെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടെ കൊഴുകിയെത്തിയിരുന്നു. ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം വ്യാഴാഴ്ച രാവിലെ 9:15 മൃതദേഹം കണ്ണാങ്കോട്ടെ പള്ളയിൽ വീട് തറവാട് ഭവനത്തിൽ എത്തിച്ചത്. അപ്പോഴേക്കും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ മാത്രമല്ല, കേരളത്തിന്റെ പലയിടങ്ങളിൽ നിന്നുമുള്ള നേതാക്കളും സഹപ്രവർത്തകരുമെല്ലാം അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടേക്കെത്തിയിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, കോവളം MLA M. വിൻസെന്റ്, ഇരിക്കൂർ MLA സജീവ് ജോസഫ്, KPCC മൈനോരിറ്റി സെൽ ചെയർമാൻ KM ഹാരിസ്, KPCC വക്താവ് അഡ്വക്കേറ്റ് നിയാസ്, യൂത്ത് കോൺഗ്രസ് മുൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് വിനു പുളിക്കക്കണ്ടം, കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ, CPIM ജില്ലാ സെക്രട്ടറി MP ബാലകൃഷ്ണൻ മാസ്റ്റർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി A. വേലായുധൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, CPI മുൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ തുടങ്ങി എല്ലാ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരുമെല്ലാം വികാര നിർഭരമായ അവസാന വിടചൊല്ലലിൽ സംബന്ധിച്ചു. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആ കമ്മിറ്റിയിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ച ആളാണ് ശ്രീ വിനോദ് പള്ളയിൽ. അക്കാലത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റുമാരിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു സഹപ്രവർത്തകനാണ്, ഒരു ജില്ലാ പ്രസിഡന്റായിരുന്നു ശ്രീ വിനോദ്. അന്നത്തെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയിട്ടുള്ള യുവജന മാർച്ച്, അതിൻ്റെ ഉദ്ഘാടനം കാസർഗോഡ് നിന്നായിരുന്നു. ആ ഉദ്ഘാടന സമ്മേളനവും കാസർഗോഡ് ജില്ലയിലെ പര്യടനവും ഏറ്റവും ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ ശ്രീ വിനോദിൻ്റെ നേതൃത്വത്തിലുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിന് സാധിച്ചു. ആ കാലം മുതൽ തന്നെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിലെല്ലാം വളരെ ഗൗരവത്തോടുകൂടി രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും സംഘടനാ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനുമെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു പക്വതയോടുകൂടി രാഷ്ട്രീയത്തെ നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ്. നിലവിൽ കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറിയായിരുന്ന വിനോദ് കുമാർ പള്ളയിൽ വീട് ബുധനാഴ്ച രാവിലെയാണ് മരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് വീട്ടിൽ കുഴഞ്ഞു വീണ ഇദ്ദേഹത്തെ ഉടൻ തന്നെ മാവുങ്കാലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും അന്ത്യം സംഭവിക്കുകയായിരുന്നു. തികഞ്ഞ ഈശ്വരവിശ്വാസിയായ വിനോദ് ഇത്തവണയും ശബരിമലയിലേക്ക് പോകാനായി അയ്യപ്പ മുദ്രയണിഞ്ഞ് വ്രതം നോറ്റ് കാത്തിരിക്കുന്നതിനിടയിലാണ് അകാലത്തിൽ മരണത്തിന്റെ പിടിയിൽ അകപ്പെട്ടത്. കോൺഗ്രസ് ട്രേഡ് യൂണിയൻ നേതാവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്ന പരേതനായ PP കുഞ്ഞിക്കണ്ണൻ നായരുടെയും റിട്ടയേർഡ് വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥയായ സാവിത്രി അമ്മയുടെയും മകനാണ് 50-കാരനായ വിനോദ് കുമാർ. ജില്ലയിൽ അവസാനമായി എത്തിയ ഉമ്മൻചാണ്ടി പഴയകാല ഓർമ്മയിൽ വിനോദിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത് ശ്രദ്ധേയമായ വാർത്തയായിരുന്നു. പുല്ലൂർ AUP സ്കൂളിലും ഉദയനഗർ ഗവൺമെന്റ് ഹൈസ്കൂളിലെയും പഠനം കഴിഞ്ഞ് തുടർ പഠനത്തിനായി പടന്നക്കാട് നെഹ്റു കോളേജിലെത്തിയതോടെയാണ് വിനോദ് സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായത്. ഊർജ്ജസ്വലതയോടെയും ആർജവത്തോടെയുമുള്ള പ്രവർത്തനത്തിലൂടെ അധികം വൈകാതെ തന്നെ KSU ജില്ലാ പ്രസിഡന്റായ ഈ യുവനേതാവ് പിന്നീട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചു. തുടർന്ന് ഇങ്ങോട്ടുള്ള വഴിയിൽ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ അലങ്കരിച്ചു. ആളുകളുടെ ഇടതടവില്ലാത്ത വരവ് കാരണം 2 മണിക്കൂറോളം നീണ്ട വസതിയിലെ പൊതുദർശനത്തിന് ശേഷം 11:30 മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അവിവാഹിതനായ വിനോദിന്റെ മരുമക്കളും സ്ഥലത്തില്ലാത്തതിനാൽ അമ്മാവന്റെ മകൻ സജിത്താണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്.
സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുസ്മരണവും സംഘടിപ്പിച്ചു. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള വ്യക്തിബന്ധവും ആത്മബന്ധവും കാത്തുസൂക്ഷിച്ചിരുന്ന പൊതുപ്രവർത്തകനായിരുന്നു വിനോദെന്ന് സംസാരിച്ചവരെല്ലാം അനുസ്മരിച്ചു. ഇരട്ട സഹോദരങ്ങളെ പോലെ പോയതായിരുന്നു. ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായതിനു ശേഷം ഇത്രയധികം എനിക്ക് എല്ലാ കാര്യത്തിലും വളരെ സപ്പോർട്ട് തന്നുകൊണ്ട് ഏത് പരിപാടികൾ വിജയിപ്പിക്കുന്നതിനായാലും അദ്ദേഹം തന്ന മാർഗനിർദ്ദേശം, അദ്ദേഹം തന്ന പിന്തുണ ചെറുതല്ല. ശ്രീ വിനോദ് കുമാർ പള്ളയിൽ വീട് എനിക്ക് ആരാന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമാണ്. എൻ്റെ കൂടപ്പിറപ്പാണോ എന്ന് ചോദിച്ചാൽ കൂടപ്പിറപ്പാണ്. എൻ്റെ ജീവനാണോ എന്ന് ചോദിച്ചാൽ ജീവനാണ്. ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി എൻ്റെ ജീവൻ്റെ ജീവനായിരുന്നു. ഞാനിവിടെ വന്ന നാൾ മുതൽ ഞങ്ങൾ തമ്മിൽ ഒരു വലിയ വൈകാരിക ബന്ധമുണ്ടായിരുന്നു. വ്യക്തിബന്ധം പുലർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള സന്ദർഭമായിരുന്നു. DIC അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി എന്നോട് പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ കമറുദ്ദീനും ടീച്ചറും ഒക്കെ വേദിയിലും സദസ്സിലൂടെയുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ വളരെ അടുത്ത പരിചയവും അടുത്ത വ്യക്തിബന്ധവും എല്ലാ ദിവസവും ഇവിടെ ബഹുമാനപ്പെട്ട MP സൂചിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും അദ്ദേഹം എന്നെ വിളിക്കുമായി. രാഷ്ട്രീയമായി ഒരു മുന്നണിയുടെ ഭാഗമെന്ന നിലയിൽ പലപ്പോഴും അദ്ദേഹവുമായി സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു നല്ലൊരു സുഹൃത്തായിരുന്നു. ആശയങ്ങൾ പേർന്നവരാണെങ്കിലും ഞങ്ങൾ ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്രമാത്രം കുഞ്ഞുനാളെ മുതൽ ഞങ്ങൾ ഒരുപോലെ ഏത് രംഗത്തും എവിടെ പോയാലും ഞാൻ എല്ലായിടത്തും വിനോദുണ്ടാവും. ആ രീതിയിലുള്ളൊരു ആത്മബന്ധം അത് ഇങ്ങനെ ഒരു പര്യവസാനത്തിലെത്തുമെന്ന് തീരെ പ്രതീക്ഷയല്ല. എന്തുതന്നെയായാലും സദാ സുസ്മേരവദനനും സംസാരപ്രിയനുമായ വിനോദ് കുമാർ പള്ളയിൽ വീടെന്ന യുവനേതാവിന്റെ വിയോഗം കോൺഗ്രസിന് മാത്രമല്ല ജില്ലയുടെ പൊതുമണ്ഡലത്തിന് തന്നെ എളുപ്പത്തിൽ നികത്താനാകാത്തൊരു വിടവാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.